Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു മൊബൈൽ വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷേക്ക് ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത്. ഷേക്ക് ഇല്ലാതെ വീഡിയോ എടുക്കാനായിട്ട് മൊബൈൽ വീഡിയോഗ്രാഫേഴ്സിനെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ജിംബൽ എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈസ്. ആക്ച്വലി സ്റ്റെബിലൈസർ എന്നുള്ള ഗണത്തിലാണ് ഇത് പെടുന്നത്. അതായത് ക്യാമറയ്ക്ക് ഷേക്ക് ഇല്ലാത്ത രീതിയിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൊബൈലിന് ഷേക്ക് ഇല്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണം. ഗുഡ്സൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മോസ മിനി എസ് എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഗിംബലാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുന്നത്. ഫോൾഡബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ആക്സിസ് ഗിംബലാണ് മോസ മിനി എസ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. വൺസ് അഗൈൻ വെൽക്കം ടു ഫുഡ് ഫോട്ടോ വാക്ക്. അപ്പോൾ മോസ മിനിയുടെ അൺബോക്സിങ് നിങ്ങൾ കണ്ടു. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മോഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചും ഒക്കെയാണ്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആണ് ഗിംബലിനുള്ളത്. നമ്മൾ പറയുമ്പോൾ തന്നെ 3 ആക്സിസ് ഗിംബൽ, 3 ആക്സിസിൽ മൂവ് ചെയ്യുന്ന ഒരു ഗിംബൽ എന്നാണ് പറയുക. മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നെറ്റിലൊക്കെ നമ്മൾ റിവ്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ക്രേസി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഓപ്പറേഷൻ വൈസ് നോക്കി കഴിയുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ മോട്ടർ അൺനെസറി ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇതിൻ്റെ മോട്ടർ മൂവ് ചെയ്യുന്നുണ്ട്. കാലിബ്രേഷൻ എന്നുള്ളത് മൊബൈലിൽ ഗിംബലിൽ മൗണ്ട് ചെയ്ത് വെച്ചുകൊണ്ട് കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബേസിക് ആയിട്ടുള്ള മോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് എല്ലാ ഗിംബലിലും. പിഞ്ച്, റോൾ ആൻഡ് യോ. അതായത് സിംപിളി പറയുകയാണെങ്കിൽ പാൻ ചെയ്യുക, ടിൽറ്റ് ചെയ്യുക, റോൾ ചെയ്യുക എന്ന് പറയുന്ന 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്. സ്വിച്ചുകളുടെ ഒരു ഓറിയന്റേഷനിലേക്ക് വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്വിച്ചുകൾ തന്നെയാണ് ഫ്രണ്ടിലുള്ള ഒരു പാനൽ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഒരു സർഫസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗിംബൽ തന്നെയാണ് മോസ മിനി എസ്. വളരെ ഈസി ആയിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സ്വിച്ചിങ് സെറ്റപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, പിന്നിലേക്ക് വലിക്കുക, ദെൻ അത് അൺഫോൾഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ഈ ഒരു ആക്സിസിലെ ഒരു മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്സിസിലെ ഒരു മൂവ്മെൻറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗിംബൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് അൺലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ആക്സിസിലുള്ള മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഈ ഒരു ആക്സിസിലുള്ള റൊട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആക്സിസിലുള്ള മൂവ്മെൻറ്റ്സ്. പവർ ഓൺ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ടേബിളിൽ മൗണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടേബിളിൽ വെച്ചുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഹാൻഡ് ഹെൽഡ് സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. വളരെ നല്ല ക്വാളിറ്റിയുള്ള, വളരെ രീതിയിൽ ബിൽറ്റ് ക്വാളിറ്റിയുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ്. ട്രൈപോഡുകൾ മൗണ്ട് ചെയ്യുന്ന പോലെ ഒരു സ്ക്രൂയിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ മൗണ്ട് ചെയ്യാനുള്ള കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഫോൺ മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഗിംബൽ സ്വിച്ച് ഓൺ ചെയ്യുക അല്ലെങ്കിൽ പവർ ഓൺ ചെയ്യുക. നോർമലായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. അതായത് ഗിംബലിൻ്റെ ഈ ഫ്രണ്ട് ഫേസ് നമ്മുടെ നേരെ ഫേസ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ഫോണിൻ്റെ ഒരു ഡിസ്പ്ലേ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുക. ഇതാണ് നോർമലായിട്ടുള്ള ഒരു പൊസിഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറയുടെ മൂവ്മെൻറ്റ്സിന് ശേഷം ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നിലുള്ള ഒരു സ്വിച്ച് ഡബിൾ പ്രസ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു മോഡിലേക്ക് ക്യാമറ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും.
സ്പോർട്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് മോസ മിനി എസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വേണ്ട ഒരു ബ്ലൂടൂത്ത് വഴി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. മോസ ജെനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ക്യാമറയുടെ എല്ലാ ഓപ്പറേഷനും ഈ ഒരു മോസ ജെനി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബ്ലൂടൂത്ത് വഴിയാണ് ഇത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ബ്ലൂടൂത്ത് വഴി ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ വളരെ ഈസിയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ഒരു കാലിബ്രേഷനാണ്. സാധാരണ ഒരു ക്യാമറ ഇൻ്റർഫേസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഓപ്പറേഷൻസും ഈ പറഞ്ഞ മോസ ജെനി എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ നമുക്ക് സാധ്യമാണ്. നമ്മൾ എടുത്ത ചിത്രങ്ങൾ കാണാനായിട്ട്, അതുപോലെ തന്നെ ക്യാമറയുടെ കാലിബ്രേഷന്, റെസൊല്യൂഷൻ മാറ്റി കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മോഡുകൾ ഏതെന്ന് കാണാനായിട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മോസ ജെനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാലിബ്രേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാം, കാരണം കാലിബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുന്നു. 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നടുക്കത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. PTZ സെറ്റിംഗ് എന്നാണ് ഇതിന് പറയുക. ഇതിൽ നടുക്കത്തെ ഓപ്ഷൻ കാലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അത് നോക്കി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും കാലിബ്രേഷൻ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഗൈഡഡ് കാലിബ്രേഷൻ, അതുപോലെ തന്നെ മാനുവൽ കാലിബ്രേഷൻ. ഇതിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് ഗൈഡഡ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നടുവിലായിട്ട് ഒരു ജോയ്സ്റ്റിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രധാന ഓപ്പറേഷനുകൾ എല്ലാം ഈ ഒരു ജോയ്സ്റ്റിക്ക് വഴിയാണ്. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പാൻ ചെയ്യുക, അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യുക തുടങ്ങിയ മൂവ്മെൻറ്റ്സ് എല്ലാം ഈ ഒരു ജോയ്സ്റ്റിക്ക് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ മോസ ജെനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 മോഡുകളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട 3 മോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു 3 ആക്സിസ് ഗിംബലാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഈ ഒരു ഗിംബലിന് ഉള്ളത്. അതായത് പാൻ ആക്സിസ്, അതുപോലെ തന്നെ ടിൽറ്റ് ആക്സിസ്, അതുപോലെ തന്നെ റോൾ ആക്സിസ്. 3 ആക്സിസിൽ 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 3 ആക്സിസ് ഗിംബലാണെന്ന്. പാൻ ആക്സിസ് അതായത് അതിൽ പാൻ ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ലെഫ്റ്റും റൈറ്റിലേക്കും മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് മൂവ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റാണ് പാൻ ആക്സിസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ടിൽറ്റ് ആക്സിസിൽ അപ്പ് ഡൗൺ അല്ലെങ്കിൽ അപ്വേഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഡൗൺവേഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെൻറ്റാണ് ഈ പറഞ്ഞ ടിൽറ്റ് ആക്സിസിൽ നടക്കുന്നത്. റോൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റോൾ ആക്സിസിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ്, അതായത് ക്യാമറ കറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞ റോൾ ആക്സിസിൽ നടക്കുന്നത്. ഈ പറഞ്ഞ 3 മൂവ്മെൻറ്റ്സ് നമുക്ക് ഫോളോ മോഡ്സ് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. ഫോളോയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന ഡിവൈസിൻ്റെ ഹാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നോ ആ ഡയറക്ഷനിലേക്ക് ക്യാമറയും കൂടി ഫോളോ ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏത് സൈഡിലേക്ക് തിരിക്കുന്നോ അതിനനുസരിച്ച് ക്യാമറ കൂടി തിരിഞ്ഞു വരുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്, ഷെയ്ക്കില്ലാതെ ഡിവൈസ് തിരിഞ്ഞു വന്നുകൊണ്ട് വീഡിയോ എടുക്കുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ മോഡ് എന്നാണ് ഇതിന് പറയുന്നത്. മൊത്തത്തിൽ 6 മോഡുകളാണ് മോസ മിനി എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാൻ കഴിയുക. ഈ 6 മൂവ്മെൻറ്റ്സിലെ ആദ്യത്തെ മോഡ് അല്ലെങ്കിൽ പാൻ ഫോളോ മോഡ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ള മോഡാണ്. ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് വരുന്ന മോഡാണ് പാൻ ഫോളോ മോഡ്. ഹൊറിസോണ്ടലി വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിച്ച് പാൻ ചെയ്ത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡാണ് പാൻ ഫോളോ മോഡ്. ദെൻ റോൾ മോഡ് അല്ലെങ്കിൽ റോൾ ഫോളോ മോഡ്. ഡിവൈസിൻ്റെ ഫ്രണ്ട് സർഫസിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് പാനലിലുള്ള M എന്ന ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിയുക. പേരിൽ പറയുന്ന പോലെ തന്നെ റോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു റോൾ മൂവ്മെൻറ്റ്സ് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഡിവൈസ് തിരിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഗിംബൽ തിരിക്കുന്നതിനനുസരിച്ച് റോൾ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് വിത്തൗട്ട് ഷേക്ക് റോൾ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് സഹായിക്കുന്നതാണ് റോൾ ഫോളോ മോഡ്. ടിൽറ്റ് ഫോളോ മോഡ് പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടിൽറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അപ്വേഡ് ഡയറക്ഷനിലും ഡൗൺവേഡ് ഡയറക്ഷനിലും ടിൽറ്റ് അപ്പ് ടിൽറ്റ് ഡൗൺ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോഡാണ് ഈ ടിൽറ്റ് ഫോളോ മോഡ്. ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഡിവൈസിൻ്റെ ബാക്കിലുള്ള ഒരു ട്രിഗർ ബട്ടൺ, ഒരു ട്രിഗർ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ 4ാമത്തെ മോഡ് ഓൾ ലോക്ക് മോഡ് അല്ലെങ്കിൽ ലോക്കിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ്. ഈ ഒരു മോഡിൽ 3 ആക്സിസുകളും ഈ ഒരു ഗിംബലിലെ 3 ആക്സിസുകളും ലോക്ക് ആകുന്നു. നമ്മൾ എങ്ങനെ ഗിംബൽ മൂവ് ചെയ്താലും ക്യാമറയ്ക്ക് ഷേക്ക് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫോൺ ഷേക്ക് ആകാത്ത രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഓൾ ലോക്ക് മോഡിൻ്റെ ഒരു പ്രത്യേകത. ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബാക്കിലുള്ള ഒരു ട്രിഗർ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം തന്നെ 2ാമത്തെ പ്രസ്സിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് 1 പ്രസ് ദെൻ 2ാമത്തെ പ്രസ്സിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മോഡിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു മോഡിൽ നിന്നും പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിഗർ ബട്ടൺ റിലീസ് ചെയ്താലും മതിയാവും. 5ാമത്തെ മോഡ് സ്പോർട്സ് ഗിയർ മോഡ് അല്ലെങ്കിൽ സ്പോർട്സ് ഫോളോ മോഡ് എന്ന് പറയുന്ന ഒരു മോഡാണ്. വളരെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വന്നുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്പോർട്സ് ഒരു സിനാറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് പാൻ ചെയ്യുന്ന കണ്ടീഷനിൽ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡാണ് സ്പോർട്സ് ഗിയർ മോഡ് അല്ലെങ്കിൽ സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ്. ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഡൗൺ ബട്ടണിൽ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. അതായത് 2 പ്രാവശ്യം അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡ് എന്ന് പറയുന്നത് ഇൻസെപ്ഷൻ മോഡ് ആണ്.
നിങ്ങൾ വീഡിയോസിൽ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ ഒരു വീഡിയോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇൻസെപ്ഷൻ മോഡ് ഡൗൺ ബട്ടണിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ടൈംസ് പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. ഒരു 270 ആംഗിളിൽ ക്യാമറ റോൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ക്യാമറ റോൾ ചെയ്ത് മൂവ് ചെയ്യിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു മോഡാണ് ഈ പറഞ്ഞ ഇൻസെപ്ഷൻ മോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോസ മിനി എസ് എന്ന് പറയുന്ന ഈ ഒരു ഗിംബലിൻ്റെ പ്രധാനമായിട്ടുള്ള മോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഏകദേശം ഈ ഗിംബലിനെ കുറിച്ച് ഏകദേശം ധാരണ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കാലിബ്രേഷൻ, അതുപോലെ തന്നെ മോഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 6500-7000 രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. മൊബൈലിൽ വീഡിയോ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പറ്റുന്ന ഒരു ഗിംബൽ തന്നെയാണ് മോസ മിനി എസ് എസെൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിലുമായിട്ട് കാണാം. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് Food Photo.